In the midnight glow where the stars align, we lose ourselves in the wonder. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എസ് മി ഫിറോസ്. വെൽക്കം ടു മൈ ചാനൽ ട്രൂ വേ ഫിൻസോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അർജൻറ്റ് ഇൻഫർമേഷനാണ് പറയുന്നത്. നമുക്ക് പല ആൾക്കാർക്കും ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്, പ്രത്യേകിച്ച് ലോൺ ആപ്പിൻ്റെ കാര്യത്തിൽ. നമ്മൾ ചില ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാണുമ്പോൾ നമ്മൾ ആർ ബി അപ്രൂവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുന്നത് പെട്ടെന്ന് തന്നെ, അതായത് ഇൻ്റർഫേസ് കണ്ടാൽ ആർ ബി അപ്രൂവ്ഡ്, ഇപ്പോൾ ക്രെഡിറ്റ് ബിയെ കാട്ടിയും അല്ലെങ്കിൽ മണി ബിയുടെ കാട്ടിയും നല്ല വെബ്സൈറ്റ് ഡിസൈനിങ്ങും അതിൻ്റെ കാര്യങ്ങളും എല്ലാം കിടലമായിട്ട് എഴുതി ലൈസൻസും കൊടുത്തിരിക്കും. അതെല്ലാം ഉഡായിപ്പാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചാടിക്കയറി അപ്ലൈ ചെയ്യും. നമ്മൾ വ്യാജ ലോൺ ആപ്പിൻ്റെ ആ ഒരു പിടിയിൽ വരും, പിന്നെ ആകെ ഇഷ്യൂസ് ആകും. ഓക്കെ, ഇഷ്യൂസ് അല്ല എന്നറിയാം. ഈ ചാനൽ വാച്ച് ചെയ്യുന്ന ആർക്കും ഈ ഒരു ലോൺ ആപ്പിൻ്റെ ആ ഒരു ഭീഷണി അല്ലെങ്കിൽ ആ ഒരു ഹരാസ്മെൻറ്റ് ഇപ്പോൾ പ്രശ്നമല്ലെന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം. അപ്പോൾ ഇതുപോലൊരു അബദ്ധം എനിക്ക് പറ്റി. കാരണം ഞാൻ ഈ ലോൺ എടുക്കുന്ന സമയത്ത് ഞാൻ ഏതും ഇപ്പോൾ ആർ ബി ആണോ അല്ലെങ്കിൽ ഫ്രോഡാണോ ഫേക്കാണോ ഒന്നും നോക്കില്ല, ചടപട കയറി എടുക്കും. അപ്പോൾ എനിക്ക് ഇത് ഇഷ്യൂ അല്ല, കാരണം ഫേക്കായാലും എന്തായാലും നമുക്കതിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ആ ഒരു വീൽ പവർ നമുക്കുണ്ട്. ഞാൻ വെറും തള്ളുന്നതല്ല, കാര്യങ്ങൾ പറയുന്നതാണ്. ഓക്കെ, നമ്മൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ സാധാരണ ഈ ലോൺ ആപ്പിൻ്റെ ട്രാപ്പിൽ നമ്മൾ അകപ്പെടുന്നത് കാരണം എന്താ പറയുന്നത്, ഗൂഗിളിൻ്റെ ആ ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കൊണ്ടാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്നപ്പോൾ ക്രെഡിറ്റ് ബി, മണി വ്യൂ, പ്രത്യേകിച്ച് ഈ ചാനലുള്ളവർ അങ്ങനെ കുറേ ലോൺ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ച് എന്താ പറയുന്നത് എഫ് ബിയിലോ ഇൻസ്റ്റയിലോ പോയാലും നിറയെ ലോൺ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് പരസ്യങ്ങളായിരിക്കും കാണിക്കുന്നത്. അത് ഈ ഗൂഗിളിൻ്റെ ആ ഒരു സെർച്ച് എഞ്ചിൻ്റെ ആ ഒരു മാജിക്കാണ്, ആ ഒരു ഒപ്റ്റിമൈസേഷനാണ്. ആ ടെക്നിക്കൽ രീതിയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. അത് നമ്മൾ ഈ ഒരു ആർ ബി അപ്രൂവ്ഡ് പ്ലേ സ്റ്റോറിൽ കണ്ടതിന് ശേഷം നമ്മൾ ഇൻസ്റ്റയിലോ എഫ് ബിയിലോ പോയാലോ ഉഡായിപ്പ് ആപ്ലിക്കേഷൻ തന്നെയാണ് 100%. 100 പറയാൻ പറ്റില്ല, ഒരു 99% ഉഡായിപ്പ് ആപ്ലിക്കേഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ആർ ബി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലോൺ എടുത്ത് അടയ്ക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്ന ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ യുവമാർ തെറിവിളി തുടങ്ങി. ഞാനും തിരിച്ച് തെറി വിളിച്ചു, പിന്നെ അടയ്ക്കില്ല എന്ന് ഉറപ്പിച്ചു. അറിയാലോ, പിന്നെ തെറി വിളിച്ചാൽ പിന്നെ അടയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ അടയ്ക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. അവന്മാർ ഇഷ്യൂ കൊണ്ട് തന്നെ ഞാൻ അടച്ചില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മുടെ ആർ ബി അപ്രൂവ്ഡ് ആപ്ലിക്കേഷനുമായിട്ട് ചില ബന്ധങ്ങളുണ്ട്, അതായത് ആ ഒരു പേരുമായിട്ട് ചില ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ക്രെഡിറ്റോ 24 എന്നാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ലോൺ അപ് ടു 40,000 ഇൻ 5 minutes, ഫസ്റ്റ് ലോൺ ഫോർ ഫ്രീ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മളിവിടെ ബോറോയിങ്ങിൻ്റെ ആ ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ മിനിമം മാക്സിമം എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കണ്ട് വലിയ കാര്യത്തിൽ ഗെറ്റ് ക്യാഷ് ടു, ഞാനത് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ എല്ലാം ഇവിടെ എൻ്റർ ചെയ്തു, OTPക്ക് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് OTP വന്നു, ലോഗിൻ ഓപ്ഷൻ കൊടുത്ത് മീൻസ് ഞാൻ ഓൾറെഡി എടുത്ത ലോൺ എത്രയാണ് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. യു ഹാവ് ഗോട്ട് എ ഡിലേഡ് ലോൺ, യു ഹാവ് ഗോട്ട് എ ഫൈൻ നൗ, പ്ലീസ് റീപേ 11,151 അർജൻറ്റ്ലി ടു ക്ലോസ് യുവർ ഡെബിറ്റ് എന്ന ഓപ്ഷൻ ഇവിടെ വന്നു. അപ്പോൾ ഇതിൽ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ആർ ബി അപ്രൂവ്ഡ് ആപ്ലിക്കേഷനിൽ ഇങ്ങനെ കാണിക്കില്ല എക്സ്റ്റെൻഡ് ലോൺ എന്ന് പറഞ്ഞ് 3,500 രൂപ. നമ്മൾ 3,500 അടച്ചാൽ കുറച്ച് നാളുകൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഫീ 1,806. എങ്ങനെയൊന്നും ആർ ബി അപ്രൂവ്ഡ് ആപ്ലിക്കേഷനിൽ ഒരിക്കലും വരില്ല. അപ്പോൾ ഞാനിത് എടുത്തിട്ട് ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞ് ഇരുന്നപ്പോൾ 7,000 രൂപയാണെന്ന് തോന്നുന്നു ഞാൻ എടുത്തത്. അതിപ്പം എല്ലാം ഫൈൻ എമൗണ്ടോട് ചേർത്ത് 11,151 രൂപ അവരാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ രീതിയിൽ അടയ്ക്കില്ല, ഒരു കാരണവശാലും അടയ്ക്കില്ല. അപ്പോൾ ഇവർ നമ്മളെ വരട്ടാൻ വേണ്ടി ദിവസവും കോൾ ചെയ്യും. ഞാൻ നല്ല തെറി വിളിക്കും, അവരും തിരിച്ച് തെറി വിളിക്കും, പിന്നെ വിളിക്കില്ല. ഇതിപ്പോൾ ഒരു 7 ദിവസത്തിൽ കൂടുതലായി ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു നിങ്ങളുടെ സിബിൽ നമ്മൾ വളരെയേറെ കുറയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആർ ബി അപ്രൂവ്ഡ് അല്ലല്ലോ, പിന്നെ എങ്ങനെ സിബിൽ കുറയുന്നത്? അത് ആർ ബി അപ്രൂവ്ഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റെക്കോർഡുമല്ലോ അല്ലെങ്കിൽ രേഖകളല്ലോ ഉണ്ടോയെന്ന് ചോദിച്ചു. രേഖകളായി താങ്കൾക്ക് അയക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് സംസാരിക്കേണ്ട, ഹിന്ദിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതൊന്നും പറയാനൊരു വഴി, പിന്നെ വിളിച്ച് തെറിവിളിയായി. ഞാനും നല്ല രീതിയിൽ തെറി വിളിച്ചു, അങ്ങോട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു. അവർ എന്നെ എഡിറ്റ് ചെയ്ത് ഫോട്ടോ ഇടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കുറച്ച് ഫോട്ടോസ് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതും കൂടെ വെച്ച് എഡിറ്റ് ചെയ്യണം, എനിക്ക് ഒരു കുറച്ച് ഫേമസ് ആവാമല്ലോ അപ്പോൾ. മനസ്സിലായില്ലേ? ആ രീതിയിൽ നമ്മൾ സംസാരിച്ചു. പിന്നെ അവരെക്കുറിച്ച് ഒരു എന്താ പറയുന്നത്, ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. നമ്മളതായത് ഈ കരയുന്ന പിള്ളയ്ക്കേ പാലുള്ളൂ എന്ന് പറഞ്ഞ രീതിയിലാണ് ഇത്. നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് ഫയർ ചെയ്യണമെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ 99% അങ്ങനെയാണ്. ഈ എന്താ പറയുന്നത്, അവർ തെറി വിളിക്കുന്നതിൻ്റെ 10 ഇരട്ടി അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ പിന്നെ അവന്മാർ വിളിക്കില്ല.
കാരണം അവർ വിചാരിക്കും ഇവരെ തെറി വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല, നമ്മൾ മറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോകുമെന്ന് വിചാരിക്കും. സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നെറ്റ് നമ്പറാണ്. സാധാരണ RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത്. ഇതെല്ലാം നെറ്റ് നമ്പറാണ് കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല, ഹരിയാനയിൽ ഇങ്ങനെ ഒരു കമ്പനിയേ ഇല്ല. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പ്രധാനമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് ഈ എക്സ്റ്റൻഡഡ് ലോൺ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ക്രെഡിറ്റ് ബി, മണി, വ്യൂ, സ്റ്റാഷ്വിൻ, ബ്രാഞ്ച്, നാവി ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എക്സ്റ്റൻഡഡ് ലോൺ എന്ന് പറഞ്ഞാൽ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ഉഡായിപ്പാണ്. അത് നിങ്ങൾ പിന്നെ അടയ്ക്കുകയോ അടയ്ക്കാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ അടയ്ക്കില്ല എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇതിലവർ ചെയ്തിരിക്കുന്ന ചാർജ് ലോൺ എമൗണ്ട് 7,000, ഇൻട്രസ്റ്റ് 434 രൂപ, സർവീസ് ഫീ ടാക്സ് 264, സർവീസ് ഫീ ആണ് രസം 1470 രൂപ. പ്രോസസ്സിംഗ് ഫീ ടാക്സും ഇല്ല. അപ്പോൾ അതവരൊരു ഡിസ്കൗണ്ട് തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും അടയ്ക്കില്ല. ഇത് നിങ്ങൾക്കൊരു എന്താ പറയുന്ന ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. കാരണം ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. കാരണം ക്രെഡിറ്റ് 24 എന്ന് കേൾക്കുമ്പോൾ ക്രെഡിറ്റ് ബി പോലുള്ളൊരു സംഭവമാണ് നമ്മൾ വിചാരിച്ച് നമ്മൾ RBI അപ്രൂവ്ഡ് എന്ന് വിചാരിക്കും, അടയ്ക്കും. ഓക്കെ, അവർ ചിലപ്പോൾ അവർ എന്താ പറയുന്നത് ഈ ഒരുമാതിരി വല്ലാത്ത ടൈപ്പ് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാലോ, അവർ സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മളൊന്നും പറയാൻ സമ്മതിക്കില്ല. അവർ ചിലബലാന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ക്രെഡിറ്റ് 24 എന്നൊരു ആപ്പ് ഉണ്ടോ നമുക്കില്ല. കാരണം ഈ ക്രെഡി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ക്രെഡിറ്റ് 24 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ആപ്പേ ഇല്ല. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും എന്താ പറയുക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ആപ്പുകൾ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്താ പറയുന്നത് എങ്ങനെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ പ്രസൻറ്റ് അഡ്രസ്സ് എലിജിബിൾ അല്ല, പിൻകോഡ് എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അഡ്രസ്സ് മാറ്റാം. പിന്നെ സിബിൽ കുറവുള്ളവർക്ക് ലോൺ എങ്ങനെ ഏത് വിധത്തിൽ നിങ്ങൾക്ക് ലഭിക്കാം. അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.